படம் எடுத்து குபேரன் ஆகுவான்னு ஆக மாட்டான்னு தெரியல. സൂപ്പർ മൂവി, അടിപൊളി, നല്ല സ്റ്റോറി, ലോങ് മൂവി, കുറെ നേരം പിടിച്ചിരുത്തുന്നുണ്ടല്ലേ, നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ബാക്ക് ചെയ്ത് പോകുന്നുണ്ട്, സ്റ്റോറിയൊക്കെ നല്ല സ്റ്റോറി, കുഴപ്പമില്ല. സിനിമ കുഴപ്പമില്ല, നല്ല എമോഷനൊക്കെ ഉണ്ട് പടത്തില്. സിനിമയിൽ എടുത്തു പോകണമെങ്കിൽ ഒരു കഷ്ടപ്പെടുന്ന ആളെ വെച്ച് ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ത്രില്ലറൊന്നുമല്ല, നല്ല പടം തന്നെ. എടുത്ത് പറയേണ്ടത് ധനുഷിന്റെ ആക്ടിങ്, പിന്നെ എമോഷണൽ നന്നായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇല്ല, ഒരു സ്കാമിന്റെ ഒക്കെ ഒരു പരിപാടിയാണ്. ഒന്നുമില്ല, കണ്ടിരിക്കാം. ധനുഷിന്റെ അഭിനയം സെറ്റാണ്, അവരൊക്കെ പൊളിയാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല. ധനുഷിന്റെ കൊള്ളാം, കുഴപ്പമില്ല. സ്കാം പൊളിറ്റിക്സ് തന്നെ, കുഴപ്പമില്ല, കൊള്ളാം. പൈസേനെയാണ്, പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പൊ പൈസനെ പറ്റിയാണ് അത്രയും പറയുന്നത്. പക്ഷെ ഒന്നുമില്ല, 3 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ അത്ര ഇഴച്ചില്. സംഭവം ഒന്നാമത്തെ വരെ ഇത് കന്നഡ തെലുങ്കിൽ, പുള്ളി ഡയറക്ടർ തെലുങ്കാണ്. ആ പുള്ളി ഇപ്പം തമിഴിൽ എടുക്കുമ്പോ ധനുഷെല്ലാം ഡബ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് എല്ലാവരും. എല്ലാ ക്യാരക്ടേഴ്സും അവിടെ നിന്ന് എടുത്തിട്ട് ഡബ് ചെയ്ത് അഭിനയിക്കില്ല. ആകെ ധനുഷിന്റെ അഭിനയം മാത്രമാണ് കൊള്ളാം. പുള്ളി അവിടെ ആവശ്യമില്ല, ഈ പടത്തിൽ ആവശ്യമില്ല. ആ ക്യാരക്ടർ ഈ പടത്തിൽ ആവശ്യമില്ല, വേസ്റ്റ് ക്യാരക്ടർ. ധനുഷിന്റെ അഭിനയം മാത്രം ഉണ്ട്, പക്ഷെ ആ അഭിനയം മാത്രം മതിയാണ്, സിനിമയിലെല്ലാം വേണ്ട. സ്കാമിനെ പറ്റിയാണ് പടം തുടക്കം വരണം, പക്ഷെ പിന്നെ അത്രയും പൈസ അവരിൽ കിട്ടി അങ്ങനെ പോണേണ്. പക്ഷെ ഒന്നുമില്ല, സബ്ജക്റ്റിലൊന്നുമില്ല. 3 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ വല്ലതും വേണ്ടേ. ஹிட் அடிக்குது. இன்னொன்று ஒரு சீனும் நல்ல மாசாக இருக்குது. படம் ஓகே இல்லாமல் தனுஷ் படத்துக்குள்ள എല്ലാ ക്വാളിറ്റിയും ആക്ച്വലി സൂപ്പറാக இருக்குது. പടം കൊള്ളാം, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ശേഖർ കമലയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ധനുഷിന്റെ പെർഫോമൻസും പടത്തിൽ ഒന്നും മോശം പറയാനില്ല, വളരെ നല്ല പടം. തെലുങ്കിൽ സൂപ്പർ ഹിറ്റ് ആവും പടം. ഇവിടുത്തെ പറയാൻ പറ്റത്തില്ല, കാരണം ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടത്തിന്റെ ഒരു ഫോർമുലല്ല പടം എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പോകും പടം ഓവറാൾ നല്ല പടമാണ്, അങ്ങനെ നമുക്ക് പറയാം. ഇവിടെ എങ്ങനെ പോകും, അവിടെ എങ്ങനെ പോകും, നല്ല പടമാണ്. അടിപൊളിയായിരുന്നു. അത്യാവശ്യം നമുക്ക് ഒരു പിച്ചക്കാരൻ ഒരു പണക്കാരൻ്റെ ഉള്ള പ്രശ്നമാണ്. ഒരു പിച്ചക്കാരൻ കാരണം ഒരു പണക്കാരൻ ഒന്നും അല്ലായ്മ ആയി പോകുന്ന ഒരു കഥയാണ്. അത്യാവശ്യം കൊള്ളാം, മേക്കിങ്ങും കാര്യങ്ങളും കഥയോട് അത്യാവശ്യം നീതി പുലർത്തി തന്നെ പോണത്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് സെക്കൻഡ് ഹാഫാണ് കുറച്ച് പിച്ചിങ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായിരുന്നു. പിന്നെ 3 മണിക്കൂറിൻ്റെ ആവശ്യമില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. സ്റ്റോറി അഭിനയം, ധനുഷിൻ്റെ അഭിനയമൊക്കെ എടുത്തു പറയേണ്ടത് തന്നെ, അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു.